ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടി OTT റിലീസ് ചെയ്ത സിനിമ അഞ്ചക്കള്ള കോക്കൻ. അഞ്ചക്കള്ള കോക്കൻ്റെ റിവ്യൂയിലോട്ടാണ്. അഞ്ചക്കള്ള കോക്കൻ ഡയറക്ടർ ഉല്ലാസ് ചമ്പൻ, റൈറ്റർ ബിഗിൽ വേണു. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പടം റൈറ്റ് ചെയ്തേക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ കിടിലം പടം. കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ മേക്കിംഗ് സ്റ്റൈലാണ് ഇതിനകത്ത് ഓരോരുത്തരെ ഇഷ്ടപ്പെടാൻ കാരണം ഇത് പണ്ടേ LJP ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകളിലെ കാണുന്നതിലോട്ട് വൈഡ് ഷോട്ടും എല്ലാം കാണുന്നുണ്ട്. പിന്നെ അതിനകത്ത് ആ മുമ്പിലോട്ടും പുറകിലോട്ടും വരുന്ന ഓരോ ഷോട്ടുകളുണ്ട്. അതെല്ലാം കൂടെ കണ്ട് ഇപ്പോൾ നമുക്ക് ഒരു എനിക്ക് വെറൈറ്റി ആയിട്ട് ഒരു മേക്കിംഗ് ആയിട്ടാണ് തോന്നിയത്. ഇത് സാമ്യം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മേക്കിംഗ് സ്റ്റൈലിൻ്റെ കൂട്ട് തോന്നിയിട്ടുണ്ട്. പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകത്തോടെയാണ് പടം തുടങ്ങുന്നത്. ആ കൊലപാതകം കാണിക്കുന്നത് തന്നെ എന്ത് രസമുണ്ടെന്ന് അറിയാം. എന്ത് രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രാത്രിയിലാണ് കാണിക്കുന്നത്. എങ്കിലും നമുക്ക് ആ ഒരു രാത്രിയുടെ ആ ഓരോ കറക്റ്റ് രാത്രി കൂടെ എങ്ങനെ നടന്നു പോകുന്നു ആ രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ലോകേഷിൻ്റെയൊക്കെ സിനിമകളിൽ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ രാത്രിയിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പടം തുടങ്ങിയ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേന് പടത്തിൽ നമ്മളങ്ങ് കയറും എന്ന് പറഞ്ഞാൽ പടത്തിൽ ലോക്കാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ചെമ്പനെ കാണിക്കുന്നുണ്ട്. ചെമ്പ വിനോദിനെ കാണിക്കുന്നുണ്ട്. ചെമ്പ വിനോദ് നോക്കുമ്പം ചെമ്പ വിനോദ് ലുക്മാൻ ഇവർ രണ്ടുപേരുമാണ് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ഇപ്പം ചെമ്പ വിനോദ് നോക്കുവാണെങ്കിൽ ചെമ്പ വിനോദ് അഴിഞ്ഞാടുവെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ക്യാരക്ടർ എന്തുവാണെന്ന് നമുക്ക് അതിനെ കൺഫ്യൂസ് ആക്കി തരുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. എങ്ങനെയാണെന്നുള്ള രീതിയിൽ അടിപൊളിയായിട്ട് കൺഫ്യൂസ് ആക്കുന്നുണ്ട്. പിന്നെ ലുക്മാൻ്റെ ഏറ്റവും നല്ല സിനിമ ഏതെന്ന് വെച്ചാൽ ഞാൻ നോക്കുന്നത്, എല്ലാവർക്കും ഓരോ സിനിമ പറഞ്ഞിട്ടുണ്ട് പിടിച്ചു കയറാൻ. ഈ പുള്ളിയുടെ ഏറ്റവും നല്ല സിനിമ എന്ന് ഞാൻ പറയുന്നത് ഇത് അഞ്ചക്കള്ള കോക്കനായിരിക്കും. പിന്നെ ഇതിനകത്ത് ഗില്ലാപ്പീസ് എന്ന് പറഞ്ഞ 2 വ്യക്തികൾ വരുന്നുണ്ട്. അവർ സത്യം പറഞ്ഞാൽ അതിനകത്ത് അവരുടെ ക്യാരക്ടർ അതാണെന്നോ എനിക്ക് ഒറിജിനായിട്ട് എനിക്ക് അറിയത്തില്ല. അവരുടെ ക്യാരക്ടർ അതാണെന്നോ അത് അവർ അഭിനയിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. അത് അത്രയ്ക്കും ഒറിജിനാലിറ്റിയിൽ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലുക്മാനെ കാണിക്കുന്നുണ്ട് തുടക്കം. അല്ല, ഞാൻ പറയാം ലുക്മാൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം, ചെമ്പ വിനോദിൻ്റെ കാര്യം പറയാം. പിന്നെ ഇതിനകത്ത് ഫൈറ്റ് മ്യൂസിക് ചെയ്തേക്കുന്നത് മണികണ്ഠൻ അയ്യപ്പനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. മ്യൂസിക് ആ ഒരു കള്ള് ഷാപ്പിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. കള്ള് ഷാപ്പിൽ വെച്ചിട്ടുള്ള ഫൈറ്റിനകത്താണെങ്കിൽ നമുക്ക് ആ ഒരു ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് വെളിയിൽ ഇറങ്ങിയാൽ ഒരു തല്ല് കൂടാൻ തോന്നും. അതേപോലെയാണ് അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. വിത്ത് ആ റേഡിയോയിൽ ടേപ്പ് ചെയ്ത മ്യൂസിക്കും കേട്ടോണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുമ്പ് എനിക്ക് വൈബ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അജഗജാന്തരവും ഇതും തല്ലുമാല. പിന്നെ വേറെ അടിപ്പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. RDX ഇപ്പോൾ ലാറ്റസ്റ്റ് ആയിട്ട് ആവേശം, ഇതൊക്കെ തല്ലുപടങ്ങളാണ്. പക്ഷേ എനിക്ക് അത് രണ്ടും കൂടെ അജഗജാന്തരവും തല്ലുമാലയ്ക്കകത്തൊക്കെ എനിക്ക് തല്ലുമാലയൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു കൂട്ടത്തല്ല്, അതിനകത്ത് ഒരു തിയേറ്റർ ഫൈറ്റ് ഉണ്ടല്ലോ, അതേപോലെ ഇതിനകത്ത് കള്ളി ഷാപ്പിൽ കിടന്നൊരു ഫൈറ്റ് ഉണ്ട്. അത് കിടിലം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗില്ലാപ്പീസ് എന്ന് പറഞ്ഞാൽ 2 പേര് അതിനകത്ത് ആർമാദിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ പിന്നെ ഇൻ്റർവെല്ലാണ് ഇവർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പടം ഒരു സ്ലോയിലാണ് പോകുന്നത്. ഒരു നാടകം പോലെ അതിനകത്ത് പറയുന്നുണ്ട്, ഒരു ചെറിയൊരു നാടകം പോലെ ഒരു പെതുക്കെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷെ നമുക്കത് പെതുക്കെ പോയാലും നമുക്ക് ബോറാവാതെ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉല്ലാസ് ചമ്പൻ. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യമേ വിചാരിക്കും ഈ ലുക്മാൻ ഒരു മുണങ്ങ എന്ന് വെച്ചാൽ അതേപോലത്തെ ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു 20 മിനിറ്റ് എല്ലാവരെ കാട്ടിലും മേളി സ്കോർ ചെയ്തേക്കുന്ന പുള്ളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കിടിലായിട്ടുണ്ട്. എൻ്റെ ലുക്മാൻ്റെ ഏറ്റവും നല്ല സിനിമ ഞാൻ സെലക്ട് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. വേറെ ഓരോ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതായിരിക്കും നല്ലത്. ഇതിനകത്തൂടെ വേണമെങ്കിൽ പിടിച്ച് കയറിക്കോണോ എന്ന് തന്നെ ലുക്മാനോട് പറയാനുള്ളൂ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മണികണ്ഠൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. മണികണ്ഠൻ്റെയൊക്കെ ജീവിക്കുവാണെന്നൊന്നും ഒരു സംശയമുണ്ട്. അതേപോലത്തെ ഒറിജിനാലിറ്റി. പിന്നെ സെന്തിൽ ഒരു ക്യാരക്ടർ ചെയ്ത്, സെന്തിലാണെന്നോ എനിക്ക് തോന്നുന്നത് സെന്തിലാണെന്ന്. കാരണം ഒരു ജയിൽ പുള്ളിയായിട്ട് ചെയ്യുന്നുണ്ട്. ജയിലിൽ അവസാനം ഒരു ജയിൽ ഫൈറ്റ് ഉണ്ട്. അതൊക്കെ കാണുമ്പം നമുക്ക് ഒറിജിനലി ആ ഒരു രീതിയിൽ തന്നെയാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലും എല്ലാം കൊണ്ടും ഒരു കിടിലൻ പടം. ഇത് തിയേറ്ററിൽ അത്ര ഓടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല അഭിപ്രായം കിട്ടിയതാണ്. അതിന് കാരണം ഇതിനകത്ത് നല്ല പ്രൊമോഷൻ വർക്കുകളും, ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ ഇച്ചിരി നല്ല രീതിയിൽ ഇച്ചിരി മിഡ് ക്ലാസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടർമാരും വെച്ച് നല്ല രീതിയിലൊന്ന് പ്രൊമോഷൻ ചെയ്തെങ്കിൽ ഈ പടം തിയേറ്ററിലൊക്കെ തീയായി പോയതിനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറക്റ്റ്. പക്ഷേ ഈ പടം ഫാമിലിക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയുന്നില്ല. ഇതൊരു വേറെ ഒരു മോഡൽ പടമാണ്. എങ്കിലും അത് ഇച്ചിരി നല്ലൊരു ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഫാമിലിക്ക് പ്രശ്നമാകത്തില്ല. അത് ഒരു തിയേറ്ററിൽ തീ ആയതിനെ എന്നാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. കിടിലം പടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് തരാം. ബൈ.